ഹായ് കൂട്ടുകാരെ, എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നാടൻ ചിക്കൻ കറി നോക്കിയാലോ. അതിനാദ്യം ചിക്കനിലോട്ട് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, 2 തണ്ട് കരിവേപ്പില, ശകലം വെളിച്ചെണ്ണ, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ തിരുമ്മി 30 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ മസാലയൊക്കെ ചിക്കനിൽ നല്ലതുപോലെ പിടിച്ചിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കുക്കറിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് തേങ്ങാക്കൊത്ത് ചേർത്ത് വഴറ്റി കൊടുക്കാം. 2 സവാള നീളത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് വഴറ്റി കൊടുക്കാം. സവാളയുടെ നിറം മാറുന്നവരെ വഴറ്റി കൊടുക്കണേ. സവാള മൂത്ത് കഴിയുമ്പോൾ ചതച്ച് വെച്ചേക്കുന്നത് ഒന്നൊന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ എടുത്തേക്കുന്നത് 1 കൈപ്പിടി ചുമന്നുള്ളി ചതച്ചതും 1 കഷ്ണം ഇഞ്ചി ചതച്ചതും 2 അല്ലി വെളുത്തുള്ളി ചതച്ചതുമാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ച് ചേർക്കുന്നതിനെക്കാട്ടിലും നല്ലത് ചതച്ച് ചേർക്കുന്നതാണ്. അതിലോട്ട് 1 തണ്ട് കരിവേപ്പിലയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് വഴറ്റി കൊടുക്കാം. മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ പീസുകൾ ചേർത്ത് കൊടുക്കാം. ചിക്കനിൽ പൊടികളൊക്കെ പച്ചയ്ക്കാണ് ചേർത്തത്, അതുകൊണ്ട് നല്ലതുപോലെ മൂക്കുന്നവരെ വഴറ്റി കൊടുക്കണേ. പൊടികളെല്ലാം മൂത്ത് കഴിഞ്ഞാൽ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ എടുത്തേക്കുന്നത് ചൂടുവെള്ളമാണ്. നല്ലതുപോലെ യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കണം. ഉപ്പ് കുറവാണെങ്കിൽ ശകലം കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് 3 വിസിലിന് വേവിച്ചെടുക്കാം. വിസിൽ പോയി കഴിഞ്ഞാൽ തുറന്ന് നോക്കുമ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് ചാറൊക്കെ വറ്റി നമ്മുടെ കറി തയ്യാറായി. എന്നാൽ നമുക്കൊരു വറവ് കൊടുക്കാം. ചട്ടിയിലോട്ട് എണ്ണ ഒഴിച്ച് കടുകും കരിവേപ്പിലയും വറ്റൽമുളകും മൂപ്പിച്ചതിന് ശേഷം കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം. ശകലം കരിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്താൽ നമ്മുടെ അടിപൊളി കറി തയ്യാറായി. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണേ.